കാസർഗോഡ് കാഞ്ഞങ്ങാട് 10ാം ക്ലാസ്സുകാരി പ്രസവിച്ചു. കുട്ടിയെ പീഡിപ്പിച്ചത് ബന്ധുവാണെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. കുട്ടിയുടെ മാതാവിനെ ചോദ്യം ചെയ്യും. അരുൺ പാറയ്ക്കൽ കാസർഗോഡും ചെയ്യുന്നു. അരുൺ, എന്താണ് നമുക്കിത് സംബന്ധിച്ച് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? വീട്ടുകാരറിഞ്ഞു കാണും എന്ന് തന്നെയാണോ നമ്മൾ ഇപ്പോൾ കരുതേണ്ടത്? സുഹൈലെ, വീട്ടുകാരറിഞ്ഞു കാണുമെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. അല്ലാതെ ഇത്രയും കാലം ഈ കുട്ടി ഗർഭിണിയായി അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇന്നലെയാണ് കുട്ടി പ്രസവിച്ചത്. കാഞ്ഞങ്ങാട് സ്വദേശിനിയാണ്, 10ാം ക്ലാസ്സുകാരിയാണ്, 14 വയസ്സാണ് കുട്ടിക്ക് പ്രായമുള്ളത്. കുട്ടി പ്രസവിച്ച ഉടൻ തന്നെ കുട്ടിയുടെ ആരോഗ്യനില മോശമായി. ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരമറിയിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് അമ്മയുടെ മൊഴിയെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രേഖപ്പെടുത്തി. പക്ഷേ കുട്ടിയുടെ മാതാവിൻ്റെ മൊഴി തൃപ്തികരമല്ല എന്നാണ് പോലീസ് പറയുന്നത്. ആരാണ് പീഡിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. പ്രതി ആരെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു DNA പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കുട്ടിയെ പീഡിപ്പിച്ചത് ആരാണെന്ന കാര്യത്തിലൊരു വ്യക്തതയുണ്ടാവും. അതിനിടെ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനുള്ളൊരു നീക്കവും പോലീസ് നടത്തുന്നത്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ കുട്ടിയുടെ മൊഴിയെടുക്കും. കുട്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് നിലവിലുള്ളത്. എന്തായാലും കൂടുതൽ അന്വേഷണം വേണം. ബന്ധുവിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പോകുന്നത്. അതൊരു പ്രാഥമിക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ബന്ധുവിലേക്ക് അന്വേഷണം നീങ്ങിയിരിക്കുന്നത്. മറ്റാരെങ്കിലുമാണോ അതോ വീട്ടുകാരുടെ, അതായത് അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചോദിക്കുകയാണ്, ഈ കുട്ടി ആശുപത്രിയിൽ വെച്ച് തന്നെയാണോ പ്രസവിച്ചത്? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടോ? സുഹേലെ, കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ വെച്ചാണ് കുട്ടി പ്രസവിച്ചത്. അത് ഇന്നലെ ആയിരുന്നു. കുട്ടിക്ക് വയറുവേദനയെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് കുട്ടിയുടെ പ്രസവം നടന്നത്. ഉടൻ തന്നെ ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തി അമ്മയെ ചോദ്യം ചെയ്യുന്നത്. കുട്ടിയുടെ അമ്മയാണ് കൂട്ടിരിപ്പുകാരിയായി എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മയെ ചോദ്യം ചെയ്യുന്നത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി, 10ാം ക്ലാസ്സുകാരിയാണ് പ്രസവിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാം വീട്ടുകാർക്ക് അറിഞ്ഞിരുന്നു. ആരാണ് കുട്ടി ഈ പറയുന്നത് പോലെ മകൾ ഗർഭിണിയായിരുന്നു അടക്കമുള്ള വിവരങ്ങൾ വീട്ടുകാർക്ക് അറിയാമായിരുന്നു എന്ന സംശയമാണ് ബലപ്പെടുന്നത്. എന്തായാലും കുട്ടിയുടെ മാതാവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്.